പ്രിയമുള്ളവരെ, ഷർഫ് മാഷാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ചിത്രങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു, നമ്മളെല്ലാവരും ചെയ്തു. കുറേ കുട്ടികൾ ചെയ്ത് അത് കാണിച്ചു തന്ന് നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന 2 ക്വസ്റ്റ്യൻസ് വരയ്ക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനമുള്ളതാണ് ഈ ചിത്രം വരയ്ക്കുന്നത്. തെറ്റാൻ സാധ്യതയുണ്ട്, കാരണം രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടിന് നല്ല സാമ്യതകളുണ്ട്. ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറി വരയ്ക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചു തരുന്ന കാര്യം എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലാക്കുക. അതുപോലെ ചോദ്യം എന്താണെന്ന് ശരിക്കും വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിൻ്റെ ആൻസറിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ? അപ്പോൾ നമ്മളത് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെ നോക്കൂ, ആരം അതായത് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. ആരം 3 സെൻറ്റിമീറ്റർ ഒരു വൃത്തം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. വൃത്തം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ. അതിന് വൃത്തം വരച്ചിട്ട് എന്ത് ചെയ്യണം? അതിന് ശേഷം വൃത്തം വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ത്രികോണം വരയ്ക്കണം, അതായത് ട്രയാങ്കിൾ. അതിൻ്റെ മൂലകളെല്ലാം, അതായത് ത്രികോണത്തിന് 3 മൂലകളാണ് ഉണ്ടാവുക. ആ 3 മൂലകൾ എന്ത് ചെയ്യണം? വൃത്തത്തിലാവണം, വൃത്തത്തിൽ തട്ടണം. അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 മൂലകളും വൃത്തത്തിലാവും വേണം. എന്നാൽ ആ ത്രികോണത്തിൻ്റെ കോണുകൾ എന്താവണം? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി എന്നുള്ള ഈ അളവുള്ള എന്ത് ചെയ്യണം? ത്രികോണം നമുക്ക് വരയ്ക്കണം. അപ്പോൾ ആദ്യം വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആരം 3 സെൻറ്റിമീറ്റർ ആയ എന്ത് വരയ്ക്കണം? വൃത്തം വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തം വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ കോമ്പസ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്കെയിൽ, അളവ് ആരെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സ്കെയിൽ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണതാ? പിന്നെ സ്കെയിൽ എടുത്തിട്ടുണ്ട്. സ്കെയിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 3 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വൃത്തം വരയ്ക്കാൻ പോവാണ്. വൃത്തം വരയ്ക്കാം. വൃത്തം കുറച്ച് നിന്നിട്ട് ഇറക്കിയിട്ട് വരയ്ക്കണം. നമ്മൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് നമുക്ക് പിന്നെ ഈ വൃത്തം വരയ്ക്കുമ്പോൾ വൃത്തത്തിൻ്റെ ആരം എത്രയെന്ന് പറഞ്ഞു? 3 സെൻറ്റിമീറ്റർ ആണ്. അതിന് മുന്നോടിയായിട്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആരം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് ആൻസർ ഇതേപോലെ ആരം 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. പിന്നെ നമുക്ക് ത്രികോണത്തിൻ്റെ കോണുകൾ, ത്രികോണം ട്രയാങ്കിളിൻ്റെ കോണ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ശ്രദ്ധിക്കണേ, ത്രികോണത്തിൻ്റെ കോണ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. കേന്ദ്രകോണ് എന്താണെന്ന് പറഞ്ഞുതരാം. കേന്ദ്രകോൺ അതായത് സെൻട്രൽ ആംഗിൾ, മനസ്സിലായാലോ? സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രകോണ്. നിങ്ങളിപ്പോൾ എഴുതി വെച്ച ഈ കോണുകളുടെയൊക്കെ ഇരട്ടി എത്രയാണ് നോക്കുക. ഇരട്ടി 50ൻ്റെ ഇരട്ടി എത്രയാ? 100 ഡിഗ്രി. 60ൻ്റെ ഇരട്ടി എത്രയാ? 120 ഡിഗ്രി. 70ൻ്റെ ഇരട്ടി എത്രയാ? 140 ഡിഗ്രി. ഈ വാല്യൂസ് എഴുതിയതിന് ശേഷം നിങ്ങൾ വൃത്തം വരച്ചാൽ മതി. ഞാൻ ആർക്കും അറിയാതെ വരച്ചതാണ്. അത് എഴുതിയതിന് ശേഷം വൃത്തം വരച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ വൃത്തം വരച്ചിട്ടുണ്ടല്ലോ അല്ലേ? വൃത്തത്തിൻ്റെ ആരം എത്രയെന്ന് പറഞ്ഞു? ഓക്കെ, ആരം എത്രയാണ്? നമ്മൾ 3 സെൻറ്റിമീറ്ററാണ് ആരം. നമ്മൾ ആ ആരം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ആരം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് നേരെ മേലേക്ക് കിട്ടും. നേരെ മേലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആരം മാർക്ക് ചെയ്യുക. അവിടെ എത്ര സെൻറ്റിമീറ്റർ എന്ന് എഴുതുക? 3 സെൻറ്റിമീറ്റർ. കണ്ടില്ലേ? 3 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് എഴുതി മേലേക്കാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി വേണമെങ്കിൽ ഈ വരച്ച സ്ഥലത്ത് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഒരു അക്ഷരം കൊടുക്കാം. എ കൊടുത്തില്ല വെച്ചാൽ കുഴപ്പമില്ല, വെറുതെ ഒരു അക്ഷരം കൊടുക്കുക എന്നുള്ളൂ. എ എന്നുള്ളൊരു അക്ഷരം കൊടുക്കുക. ഇനി നമുക്ക് ശ്രദ്ധിച്ച് കേൾക്ക്. ഇവിടെ ഈ കേന്ദ്രകോൺ എത്രയാണ് പറഞ്ഞത്? 100 ഡിഗ്രി, 120 ഡിഗ്രി, 140 ഡിഗ്രി. അപ്പോൾ ആ കോൺ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രൊട്രാക്ടർ വേണം. പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യാം? നമ്മൾ പിന്നെ ഇതല്ലേ കേന്ദ്രം, എല്ലാവർക്കും അറിയാമല്ലോ. കേന്ദ്രം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കേന്ദ്രത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പ്രൊട്രാക്ടർ വെക്കുക. കൃത്യമായിട്ട് വെക്കുക. തെറ്റരുത്. കൃത്യമായിട്ട് പ്രൊട്രാക്ടർ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ആദ്യത്തെ കോൺ എത്രയാണ് പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ കോൺ എത്രയാണ്? കേന്ദ്രത്തിൽ 100 ആണ്.
ഈ 100 എന്ന് പറഞ്ഞത് എത്ര ആയിരിക്കും? 90 കഴിഞ്ഞതിന് ശേഷം, അതായത് ഞാൻ നേരത്തെ ഇവിടെ എന്തിനാ ഇട്ടത് അറിയോ? എൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റ്. എൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അറിയാം 90 ഇവിടെയാണ്, കണ്ടില്ലേ? 90 ഇവിടെ. ആ 90 കഴിഞ്ഞതിന് ശേഷം ഒരു 100 കാണുന്നുണ്ടോ നോക്കി. 90 കഴിഞ്ഞതിന് ശേഷം ഒരു 100 ഉണ്ടോയെന്ന് ഇതാ കാണുന്നു. ശ്രദ്ധിക്കണം, ചില ആൾക്കാർ അറിയാതെ മറ്റേ 100 എടുക്കും. ഈ 100 എടുക്കരുത്. ഈ 90 കഴിഞ്ഞതിന് ശേഷം കാണുന്ന 100ൻ്റെ അവിടെ ഒരു കുത്തിട കണ്ടോ, അതൊരു കുത്തിട്ട് വെച്ചിരുന്നു. ഓക്കെ, ഇനി ഈ പ്രൊട്രാക്ടർ നേരെ ഇങ്ങനെ അതേ നോട്ട്ബുക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ തിരിക്കുക, ഇപ്പുറത്ത് വെക്കുക, ഇപ്പുറത്തേക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ, ഇപ്പുറത്തേക്ക്. എന്നിട്ട് വീണ്ടും ഞാൻ ഈ എൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അളന്ന് വരേണ്ടത്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ കോൺ എത്ര നോക്കി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എത്രയാണ്? 120 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 120, ഈ മേലെ ഭാഗത്ത് നിന്ന് നേരത്തെ നമ്മൾ ഏട്ട് വെച്ചില്ലേ, ആ ഏൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ 120 വരണം. മേലെ ഭാഗത്ത് 120 എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 90 കഴിഞ്ഞതിന് ശേഷമാണ് 120 ഉണ്ടാവുക അല്ലേ? അപ്പോൾ 90 ഇതവിടെ കാണുന്നു. 90 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി നോക്കിയാൽ ഇവിടെ 120 കാണുന്നതാണ്, 120 കാണുന്നുണ്ട്. ഇവിടെ ഒരു കുത്തിട്ടു. ഞാനിതാ ഇവിടെ ഒരു കുത്തിട്ട്, അതുപോലെ നേരത്തെ ഇവിടെ ഒരു കുത്തിട്ട്. ഇനി നമ്മൾ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യും? രണ്ടാമത് ഇട്ട കുത്തിൻ്റെ ആ നേരെ സ്കെയിൽ വെച്ചിട്ട് നോക്കിയേ, സ്കെയിൽ ഇങ്ങനെ വെക്കുക. ഈ കുത്തിൻ്റെ നേരെ കണ്ടോ, ഈ കുത്തിൻ്റെ നേരെ. എന്നിട്ട് ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ആ പുറത്തേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ വരെ വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചു. ഇവിടുത്തെ കോൺ എത്രയാണ് നമ്മൾ എടുത്തിരുന്നത്? 100 അല്ലേ? 100 എന്ന് എഴുതാം, 100 ഡിഗ്രി. അത് നമ്മൾ പിന്നെ അവിടെ വേണമെങ്കിൽ ഒരു ബിന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ബി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി നമ്മളെന്താ വെച്ചാൽ ഇത് അവിടെ നമ്മൾ പിന്നെ വരച്ച കോൺ ഇവിടെ ആയിരുന്നു. അതിനെ നേരെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കാം. കാണുന്നുണ്ടോ? അവിടുത്തെ കോൺ എത്രയാകുമ്പോൾ നേരത്തെ ഇവിടെ എഴുതിക്കണില്ല, എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? 120 എന്ന് എഴുതും. അപ്പോൾ നമ്മൾ 100 ഇട്ടു, 120 ഇട്ടു. പിന്നെ നമുക്ക് ഇനി 140 കാണുന്നത്. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ശരിക്കും പറയും മൂന്നാമത്തെ കോൺ നമുക്ക് എന്തില്ല, നമുക്ക് ആവശ്യം വരുന്നില്ല. 2 എണ്ണം മതി. ചില ചോദ്യങ്ങളൊക്കെ തരുമ്പോൾ 2 എണ്ണം തരാറുള്ളൂ, കാരണം നമുക്ക് 2 എണ്ണേ ആവശ്യമുള്ളൂ. ഇവിടെ വേണമെങ്കിൽ സി എന്ന് കൊടുക്കാം. എന്തിനാണ് എ ബി സി എന്ന് ഇട്ടത് ചോദിച്ചാൽ, നിർബന്ധമുള്ള കേസേ അല്ല, ഒരു അത്യാവശ്യവും ഇല്ല, നമുക്കത് സൗകര്യത്തിനാണ്. എന്തിനറിയാം? ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ എയിൽ നിന്ന് ബിയിലേക്ക് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരക്കും. എയിൽ നിന്ന് ബിയിലേക്ക് കിട്ടും. അടുത്തത് ബിയിൽ നിന്ന് എവിടേക്ക് വരക്കും? സിയിലേക്ക്. കാണുന്നുണ്ടോ? ബിയിൽ നിന്ന് സിയിലേക്ക് വരക്കും. അടുത്തത് സിയിൽ നിന്ന് എവിടേക്ക് വരക്കും? എയിലേക്ക്. ഇതാ ഇപ്പോൾ ഈ ലാസ്റ്റ് വരച്ച ചിത്രം കണ്ടോ നിങ്ങൾ? ഇതാ എ ബി സി. ഈ പുറത്ത് വരച്ച ചിത്രം വേണമെങ്കിൽ ഞാൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പേന കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, എയിൽ നിന്ന് എവിടേക്കാണ്? എയിൽ നിന്ന് എവിടേക്കാണ്? ബിയിലേക്ക്. കണ്ടോ? കാണാൻ വേണ്ടിയിട്ട്. ഈ ബിയിൽ നിന്ന് എവിടേക്കാണ്? സിയിലേക്ക്. കാണുന്നുണ്ടല്ലോ? സിയിൽ നിന്ന് എവിടേക്കാണ്? എയിലേക്ക്. ഇപ്പോൾ ഈ പുറത്തൊരു ത്രികോണം വന്നില്ലേ, എ ബി സി. ഈ ത്രികോണമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഏത് ത്രികോണം? 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കാൻ പറഞ്ഞിരുന്നില്ലേ? അത് ഇതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൽ 50 60 70 എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലുണ്ട്. കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ അത് കൃത്യമായിട്ട് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇവിടെ 100 ആണെങ്കിൽ 100ൻ്റെ നേരെ ഈ ബാക്ക് ഭാഗത്ത് ഇവിടെ 50 ആയിരിക്കും. ഇവിടെ 120 ആണെങ്കിൽ 120ൻ്റെ നേരെ ബാക്ക് ഭാഗത്ത് ഇവിടെ 60 ആയിരിക്കും. അത് എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചിത്രം ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടുന്നതാണ്. ചിത്രം വരയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഓക്കെ ആണല്ലോ? നോക്കൂ, ചിത്രം ശരിക്കും നോക്കൂ. എങ്ങനെ വരച്ചത്? ആദ്യം വൃത്തം വരച്ചു, പിന്നത്തെ ആരം നേരെ മേലേക്ക് വരച്ചു, പിന്നെ നമ്മളെന്ത് ഈ 100 ഡിഗ്രി എടുത്തു, പിന്നെ നമ്മൾ ഈ 120 ഡിഗ്രി എടുത്തു, എന്നിട്ട് നമ്മൾ ഈ 2 ആരങ്ങളും കൂടി വരച്ചതിന് ശേഷം വരച്ചു. മനസ്സിലായിട്ടുണ്ടാവുന്നു. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്. ഇതേ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. നോക്കൂ, ഒരു വെറൈറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കൂ. ഓക്കെ, ആരം 3.5 സെൻറ്റിമീറ്റർ, ആരം 3.5 സെൻറ്റിമീറ്റർ ഉള്ളൊരു വൃത്തം വരയ്ക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? മൂലകളെല്ലാം വൃത്തത്തിലാകുന്നതും പിന്നെന്താണ്, കോൺ എത്ര നോക്കിയേ? ശ്രദ്ധിക്കേണ്ട ഒരു കോണാണ് കേട്ടോ. 25 40 കോണ്. മൂന്നാമത്തെ കോൺ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നിട്ടുമില്ല. 25 40 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ കോമ്പസൊക്കെ എടുത്തിട്ട് വരയ്ക്കാൻ പോകുന്നു. ആരെത്രയാണ് പറഞ്ഞത്? എത്രയാണ് പറഞ്ഞത്? ആരെത്രയാണ് പറഞ്ഞത്? 3 പോയിൻറ്റ് 3
5 കൃത്യമായിട്ട് എടുത്തു. അതിൻ്റെ മുമ്പ് ഞാനിത് പിന്നെ ഇതിനെ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ പോലെ എഴുതാൻ പോവാണ്. ആരം എത്രയാണ്? ആരം 3.5 സെൻറ്റിമീറ്റർ. ത്രികോണത്തിലെ ത്രികോണം എന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടാക്കിയതാണ് ഇങ്ങനെ. ത്രികോണത്തിലെ എത്ര പറഞ്ഞാണ്? എത്ര ത്രികോണത്തിലെ 25 ഡിഗ്രി, 40 ഡിഗ്രി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കേന്ദ്രകോൺ എത്ര ആയിരിക്കും? ഓർമ്മയുണ്ടോ നേരത്തെ പറഞ്ഞത്? കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഇരട്ടിയാണ് ഇത് കേട്ടോ. 25ൻ്റെ ഇരട്ടി എത്ര? 50 ഡിഗ്രി. 40ൻ്റെ ഇരട്ടി എത്ര? 80 ഡിഗ്രി. അപ്പം നമ്മൾ ഇനി വരയ്ക്കാൻ പോകണം, ചിത്രം വരയ്ക്കാൻ പോവാണ്. കോമ്പസിൽ നമ്മൾ നേരത്തെ 3.5 എടുത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ടൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. നോക്കിക്കൊടുത്താൽ ചിത്രം വരയ്ക്കുന്നു അല്ലേ? കൃത്യമായിട്ട് നല്ല ഭംഗിയിലാണ് ചിത്രം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ വൃത്തം റെഡിയായി. 3.5ൻ്റെ വൃത്തം വരച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആരെ ഒടുക്ക് വരയ്ക്കണം എന്ന് പറഞ്ഞ് നേരെ മേലെ കിട്ടും. നേരെ മേലെ കണ്ടോ? അവിടെ ഞാൻ നേരത്തെ പോലെ ഏട്ട് വെക്കുകയാണ്. നേരത്തെ പോലെ. ഇനി എത്ര കോണ് നമുക്ക് നോക്കിയാൽ ശരിക്കും നോക്കിയാൽ കോൺ എത്ര പറഞ്ഞേ? 50 ഡിഗ്രിയാണ്. പിന്നെ ഒരു 80. കേന്ദ്രകോണാണല്ലോ, സെൻട്രൽ ആംഗിൾ 50 ഡിഗ്രി, പിന്നെ ഒരു 80 ഡിഗ്രി. അപ്പോൾ പ്രൊട്രാക്ടർ കിട്ടും. ശ്രദ്ധിച്ച് വെക്കണേ. ആ വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ആ വരയൊക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. പ്രൊട്രാക്ടർ വെക്കണത് തെറ്റരുതേ. 50 ഡിഗ്രി. 50 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. 50 എന്ന് പറഞ്ഞാൽ 90 എത്തുന്നതിന് മുമ്പല്ലേ? ശ്രദ്ധിക്കണേ, പ്രൊട്രാക്ടറിന് 250 ഉണ്ടാവേ. 90 എത്തുന്നതിന് 90 ഇവിടെയാണ്. 90 എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അത് ഇവിടെ ഒരു 50 കാണുന്നുണ്ട് കണ്ടോ അല്ലേ? ഇവിടെ ഒരു 50 കാണും. ഇത് 50 ഇവിടെയാണ് കേട്ടോ, മാറരുതേ. യെസ്. ഇനി നേരെ പ്രൊട്രാക്ടർ ഇങ്ങനെ തിരിക്കാം. പുറത്തേക്ക് തിരിക്കാം. പുറത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലും അതേപോലെ കൃത്യമായിട്ട് വെക്കുക. കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാതെ വെക്കണം കേട്ടോ. യെസ്. ഇനി രണ്ടാമത്തെ കോൺ 80 ഈ 80 എന്ന് പറഞ്ഞാൽ അതും എങ്ങനെ തന്നെയാണ്? ശ്രദ്ധിച്ച് നോക്കിയാൽ 90 എത്തുന്നതിന് മുമ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, ഇവിടെ നിന്ന് ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ 90 ഇവിടെ അല്ലേ? 90 എത്തുന്നതിന് മുമ്പ് 80 പറഞ്ഞാൽ കിടക്കുന്നത് ഇവിടെ കാണുന്നുണ്ടോ? ഈ 80 കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. നമ്മൾ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? അട്ട കുത്തിനെ നേരെ സ്കെയിൽ വെച്ചിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരക്കും. പുറത്തേക്ക് വരക്കണ്ട കേട്ടോ. ഇവിടെ വരെ വരച്ചാൽ മതി. ഇനി ഇങ്ങോട്ടും വരക്കുന്നു. ഈ സൈഡിൽ വരച്ചേ 80 വരച്ചു കൊടുത്തു. ഇവിടെ ഞാൻ വേണമെങ്കിൽ ബി എന്ന് കൊടുക്കാം. രണ്ടാമത് വരച്ചതിന് ബി എന്ന് കൊടുക്കാം. മൂന്നാമത് വരച്ചതിന് എന്ത് കൊടുക്കാം? സി എന്ന് കൊടുക്കാം. ആ കോൺ എത്ര പറഞ്ഞാണ്? ഇവിടുത്തെ കോൺ എത്ര? കേന്ദ്രത്തിലെ കോണ് 50. ഇവിടുത്തെ കോൺ എത്ര? 80. നല്ലോണം ശ്രദ്ധിക്കണം. ഈ ചിത്രം കാണാൻ ഒരു ഭംഗി കുറവുണ്ട്. തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ഭംഗി കുറവുണ്ട്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്കിനി? നേരത്തെ ഈ ചിത്രത്തിൽ പറഞ്ഞതിന് രണ്ടും ഒന്ന് തന്നെയാണ്. 2 ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് യോടുക്ക് വരക്കണം. വരയ്ക്കുന്ന കണ്ടില്ല നിങ്ങൾ? എ എന്ന് ബിയിലേക്ക്. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. എ എന്ന് ബിയിലേക്ക്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്ത് വരും. കാണണം നിങ്ങൾ. അടുത്തത് സിയിൽ നിന്ന് എയിലേക്ക്. ഇങ്ങനെ കാണേണ്ട ഒരു ഭംഗി കുറവുണ്ടാവും. ഒരു വെട്ടി കുത്തിയ പോലത്തെ ചിത്രം. നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. നോക്കി, പേന കൊണ്ട് വരച്ച് കാണിച്ചാൽ അതങ്ങനെ പേന കൊണ്ട് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരക്കണം. കണ്ടല്ലോ അല്ലേ? ഈ എ ബി സിയുടെ 3 മൂലകളും വൃത്തത്തിലല്ലേ? നോക്കി, എ വൃത്തത്തിലാണ്, ബി വൃത്തത്തിലാണ്, സി വൃത്തത്തിലാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? പിന്നെ എ ബി സി ത്രികോണത്തിൻ്റെ 3 മൂലകളും വൃത്തത്തിലാണ്. ആരം എത്ര? ഞാനിവിടെ എഴുതാൻ മറന്നു കേട്ടോ. ആരം എത്രയായിരുന്നു? ആരം ഞാൻ എഴുതാൻ മറന്നതാണ്. 3.5 സെൻറ്റിമീറ്റർ. 3.5 സെൻറ്റിമീറ്ററാണ് ആരം. അതാ വരച്ച ഉടനെ തന്നെ എഴുതണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങളും ഒന്ന് തന്നെയാണ് ചെയ്തത്. മനസ്സിലായി? ഈ രണ്ടാമത്തെ ചോദ്യം കുറച്ച് വൃത്തി കുറവാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. അല്ലാത്ത ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കണം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച്. കാരണം തെറ്റാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ അത്ര വേഗം തെറ്റൂല കേട്ടോ. രണ്ടാമത്തെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ 2 ചോദ്യം ചെയ്തു തന്നതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
കുറച്ചും കൂടി വ്യത്യസ്തമായ ചോദ്യം. ഓക്കെ, ഇതാ ചോദ്യം നോക്കൂ. എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത നോക്കി ഒന്ന് വായിച്ചു നോക്കി. എന്താണ് ഈ ചോദ്യത്തിൻ്റെ വ്യത്യാസം? നേരത്തെ ചോദ്യം തമ്മിൽ വ്യത്യാസം എന്താ? ആരം 2.5 സെൻറ്റിമീറ്റർ ഉള്ള വൃത്തം വരയ്ക്കാൻ, സർക്കിൾ വരയ്ക്കാൻ. നേരത്തെയും പറഞ്ഞ അതേപോലെ തന്നെയല്ലേ, ആരം 2.5 സർക്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ കേട്ട് നോക്കി, അടുത്ത വാക്കാണ് ഇതിലെ വ്യത്യാസം. വശങ്ങൾ. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? മൂലകൾ, അതായത് കോണുകൾ, വെർട്ടക്സുകൾ അല്ലേ. ഇത് വശങ്ങൾ, വൃത്തത്തെ തൊടുന്നതും. അതാ വ്യത്യാസമില്ലേ? വശങ്ങൾ, ത്രികോണത്തിന് എത്ര വശം ഉണ്ടാവും? 3 വശം ഉണ്ടാവില്ലേ? ആ 3 വശങ്ങളും എന്ത് ചെയ്യണം? വൃത്തത്തുമ്പോൾ തൊട്ട് പോകണം. വശങ്ങൾ കേട്ടോ, വശങ്ങൾ വൃത്തത്തെ തൊടുന്നതും. കോണുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക. നല്ലൊരു ചോദ്യമാണ്, അടിപൊളി ചോദ്യമാണ്. ശ്രദ്ധിക്കുക, നേരത്തെ അതേ കോണൻ ഞാൻ തന്നത്, പക്ഷെ എന്താ വ്യത്യാസം എന്നറിയോ? ഇവിടെ വശങ്ങളാണ് വൃത്തത്തെ തൊടേണ്ടത്. വശങ്ങളാണ്, അതായത് മൂലകളല്ല, വശങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഒന്ന് എഴുതാൻ പോകാൻ ശ്രദ്ധിച്ചോളൂ. ആരത്രേ 2.5 സെൻറ്റിമീറ്റർ. ത്രികോണത്തിലെ കോണത്രേ, ആംഗിൾസ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ഓക്കെ, ഇനി കേന്ദ്രകോൺ എന്ന് എഴുതണം. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. കേന്ദ്രകോൺ നേരത്തെ പോലത്തെ കേന്ദ്രകോണല്ല ഇപ്പോൾ എഴുതേണ്ടത്, കാരണം ചോദ്യം അറിയിക്കണേ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നേരത്തെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി എഴുതലായിരുന്നു. പക്ഷെ ഇത് വശങ്ങൾ വൃത്തത്തെ തൊടുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അതായത് തൊടുന്നത് മീൻസ് തൊടുവര എന്നാണ്. വശങ്ങൾ വൃത്തത്തെ തൊടുക എന്ന് പറഞ്ഞാൽ തൊടുവര. ചോദ്യം മാറിയിരിക്കണം, ഇത് തൊടുവരയാണ്. അപ്പോൾ തൊടുവര ആയതുകൊണ്ട്, തൊടുന്ന വര അത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ഇരട്ടി എഴുതരുത്. ശ്രദ്ധിച്ച് കേൾക്കണേ. 50ൻ്റെ ഇരട്ടിയല്ല ഇവിടെ എഴുതേണ്ടത്. 50ൻ്റെ അനുപൂരക കോണ്, 50ൻ്റെ അനുപൂരക കോണ്, അതായത് സപ്ലിമെൻ്ററി ആംഗിൾ. 50ൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50നോട് എത്ര കൂട്ടിയാലാണ് 180 ആവുക നോക്കുക. എന്ന് പറഞ്ഞാൽ 180ൽ നിന്ന് കുറച്ച് എഴുതുക. മനസ്സിലായോ? 180 നിന്ന് 50 കുറക്കുക, അപ്പോൾ എത്ര? 130 എന്നാവും. 130. അതേപോലെ 180 നിന്ന് 60 കുറക്കുക, എത്ര? 180 നിന്ന് 60 കുറച്ചാൽ എത്ര? 120. അതേപോലെ 180 നിന്ന് 70 കുറച്ചാൽ എത്രയാണ്? 180 നിന്ന് 70 കുറച്ചാൽ 110 ഡിഗ്രി. നല്ല ശ്രദ്ധിക്കണേ. ഈ കോൺ എടുക്കുന്നിടത്താണ് മാറിയത്. എന്തുകൊണ്ടാണ് കോൺ എടുക്കുന്നിടത്ത് മാറിയത്? എന്താ കാരണം മനസ്സിലായോ? കാരണം എന്താ? വശങ്ങൾ തൊടുന്നതാണ് പറഞ്ഞത്. ചോദ്യം മാറിയിരിക്കണേ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇവിടെ എടുക്കുന്ന കോൺ എന്തായിരിക്കണം? 180. അതായത് കൂട്ടുമ്പോൾ 150 ആയാൽ മതി. നോക്കിയേ, ഇത് കൂട്ടി നോക്കിയേ, 180 അല്ലേ? ഇത് കൂട്ടി നോക്കിയേ, 180 അല്ലേ? ഇത് കൂട്ടി നോക്കിയേ, 180 അല്ലേ? ഇനി നമ്മൾ ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ചിത്രം വരയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. സൈഡിൽ വരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സൈഡിൽ വരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി ഇതിൻ്റെ നേരെ താഴെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാൻ പോവുകയാണ്. എത്രയാണ് ആരം പറഞ്ഞിട്ടുള്ളത്? 2.5 ആരം. അപ്പോൾ ആരം കുറഞ്ഞു പോകും. നേരത്തെ നമ്മൾ 3 എടുത്തിട്ടുണ്ട്. നമുക്ക് 2.5 കറക്റ്റായിട്ട് 2.5 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? വൃത്തം വരയ്ക്കാൻ പോകുന്നത്. വൃത്തം വരയ്ക്കുമ്പോൾ നോട്ട്ബുക്കിൻ്റെ റൈറ്റ് ലെഫ്റ്റിൻ്റെ സെൻറ്റർ കീപ്പ് ചെയ്ത് വരയ്ക്കാം. റൈറ്റ് ലെഫ്റ്റിൻ്റെ സെൻറ്റർ മീൻസ് നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കൊക്കെ ചിത്രം പോവും. അതുകൊണ്ടാണ് സെൻറ്റർ കീപ്പ് ചെയ്ത് വരയ്ക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് വരച്ചു. ഇനി നമ്മൾ ആദ്യത്തെ ആരം എന്ത് ചെയ്യുക? നേരെ മേലേക്ക് വരയ്ക്കുക. ഇങ്ങനെ നേരെ മേലേക്ക്, കണ്ടില്ല നിങ്ങൾ? നേരെ മേലേക്ക്. എത്ര നമ്മൾ ആരം പറഞ്ഞത്? 2.5 സെൻറ്റിമീറ്റർ. 2.5 സെൻറ്റിമീറ്റർ ആരം വരച്ചു. ഇനി നമുക്ക് ഓരോ കേന്ദ്രകോണില്ലേ നേരത്തെ പോലെ. ഇവിടെ എന്ന് കൊടുക്കണം എന്ന് അത്യാവശ്യമില്ല കേട്ടോ. ABC കൊടുക്കണം എന്ന് അത്യാവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ കേന്ദ്രകോൺ 130 ഇതാ പ്രൊട്രാക്ടർ വെക്കുന്നു. നേരത്തെ വെച്ച അതേപോലെ തന്നെ വെക്കുക കേട്ടോ. കേന്ദ്രത്തിലാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. 130 എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് 90 കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തുമ്പോൾ 130 ഉണ്ടാവുള്ളൂ. 130 കാണുന്നുണ്ടല്ലോ അല്ലേ? 130 കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ, കാണാത്തവരില്ലല്ലോ. ഓക്കെ, 130.
കാണുന്നുണ്ട്, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. 130. ഇനി അതേപോലെ ഇങ്ങേ സൈഡിലേക്ക് തിരിച്ച് വെക്കാം. അടുത്ത് 120 ഈ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, 120 എടുക്കാം. 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നോക്കിയേ, മേലിൽ നിന്ന് ഇങ്ങനെ വന്ന് 90 എത്തി. 90 കഴിഞ്ഞതിന് ശേഷം നോക്കിയേ 110, 110, 120 ഉണ്ടാവും. ഈ 120ലാണ് പിന്നെ ഡോട്ട് ഇട്ടൊക്കെയുണ്ടത് കേട്ടോ. യെസ്. ഇപ്പം നമ്മൾ 2 കുത്തിട്ട് വെച്ചില്ലേ, ഒന്ന് അവിടേക്ക് ഇട്ട് വെച്ചു, ഒന്ന് ഇവിടെ ഇട്ട് വെച്ചു. അവിടേക്ക് ഇട്ട് വെച്ചതിലേക്ക് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇതിലേക്ക് ഇങ്ങനെ ഒരു ആരം ഇങ്ങനെ വരച്ച്, രണ്ടാമത്തെ ആരം ഇവിടെ ഇട്ട് വെച്ച് ഇതൊരു കുത്തി വെച്ച് വെച്ചില്ലേ, ഇതിലേക്കും ഒരാരം ഇങ്ങനെ വരച്ച്. ഓക്കെ. ഇതിന് ഇവിടുത്തെ കോണത്രയായിരുന്നു, നമ്മൾ ആദ്യം എടുത്ത കോണത്ര 130. രണ്ടാമതെടുത്ത കോണത്ര, രണ്ടാമതെടുത്ത കോണ് 120. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല, വരയ്ക്കണം എന്നില്ല, എഴുതണം എന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറഞ്ഞത്, വശങ്ങൾ തൊടുവരാന്ന് പറഞ്ഞത്, വശങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഇടോക്ക് വശങ്ങൾ തൊടുവരയാവണം. കണ്ടില്ലേ, വശങ്ങൾ വൃത്തത്തെ തൊടുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിനും കൂടെ അങ്ങനെ തൊട്ടുകൊണ്ട് പോകുന്ന വശങ്ങൾ വരണം. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ സ്ഥലം കണ്ടങ്ങൾ, ഈ സ്ഥലം ഇവിടെ, അതുപോലെ ഇവിടെ, അതുപോലെ ഇവിടെ, ഈ 3 സ്ഥലത്തും എന്ത് ചെയ്യണം, തൊടുന്ന വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുവര വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ എടുത്തിട്ട് ആ അറ്റങ്ങളിൽ, അതായത് ഒന്ന് ഇവിടെ ആദ്യം വെക്കുക. കണ്ടോ, വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ആ ആരത്തുമ്മിലാണ് വെക്കേണ്ടത്. ആരത്തുമ്മിൽ കൃത്യമായിട്ട് വെക്കുക. ആ അറ്റത്ത് കേട്ടോ, ഇവിടെ ആരത്തിൻ്റെ ഈ അറ്റത്ത് ഇങ്ങോട്ട് 90 ഡിഗ്രിയിൽ കുത്തിടുക. എന്തുകൊണ്ട് 90 ഡിഗ്രിയിൽ കുത്തിടാനുള്ള കാരണം എന്നറിയില്ലേ? കാരണം എന്താ, തൊടുവര എപ്പോഴും 90 ഡിഗ്രിയേക്കരം. തൊടുവര ആരവുമായിട്ട് എപ്പോഴും എത്രയേക്കരം, 90 ഡിഗ്രിയേക്കരം. കണ്ടില്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, നീട്ടിയൊരു വര വരയ്ക്കുക. കണ്ടോ, നിങ്ങൾ അളവൊന്നും നോക്കണ്ട, നീട്ടി വരയ്ക്കുക. ഇവിടെ 90 ഡിഗ്രി ആവാൻ നിർബന്ധമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വേറെ രണ്ടാമത്തെ ആരം കണ്ടില്ലേ, ഈ ആരത്തിൻ്റെ അറ്റത്തും ഇതേപോലെ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. അറ്റത്തെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും 90 ഡിഗ്രിയിൽ കുത്തിടുക. കണ്ടോ, 90 ഡിഗ്രിയിൽ കുത്തിടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇട്ട കുത്തുമായിട്ട് എന്ത് ചെയ്യുക, ആ അറ്റത്ത് കൂടെ തന്നെ വെക്കണം കേട്ടോ, ഏറെ കൂടി വെക്കരുത്. ഇങ്ങനെ നീട്ടി, പെൻസിൽ നല്ല ഷാർപ്പ് വേണം. നല്ല ഷാർപ്പുള്ള പെൻസിൽ അല്ലെങ്കിൽ നല്ലോണം തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി നോക്കിയേ, ഇവിടെ ഈ അറ്റത്തും കണ്ടോ, ഇനി ഈ അറ്റത്താണ് വെക്കുന്നത്. ചിലപ്പോൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഇനി പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. 90 അങ്ങേ സൈഡിലേക്ക് നോക്കിയാലും ഇങ്ങേ സൈഡിലേക്ക് നോക്കിയാലൊക്കെ 90 തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് നോട്ട്ബുക്കിൽ സ്ഥലത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ ഏത് സൈഡിലേക്ക് വെച്ചാലും കുഴപ്പമില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, പ്രൊട്രാക്ടർ വെക്കുമ്പോൾ നോട്ട്ബുക്കിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട് സാർ, അപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു, ഏത് സൈഡിലേക്ക് വെച്ചാലും കുഴപ്പമില്ല. 90 കുത്തിട്ടു കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, ഞങ്ങൾ ഈ 90 കിട്ടിക്കഴിഞ്ഞാൽ ആ കുത്തുന്ന എന്ത് ചെയ്യുക, ഇവിടെ വരയ്ക്കാം. കണ്ടോ, ഇത് നമ്മളെ ഉത്തരം കഴിഞ്ഞു. ഇവിടെ ജംഗ്ഷൻ വരും, ഇവിടെ ജംഗ്ഷൻ വരും, ഇവിടെ ജംഗ്ഷൻ വരും. ഇപ്പോൾ ഒരു ത്രികോണം കിട്ടിയില്ലേ. ഈ ത്രികോണമാണ് ഓല് നമ്മോട് ക്വസ്റ്റ്യനിൽ വരയ്ക്കാൻ പറഞ്ഞത്. ഈ ത്രികോണമാണ് ഓല് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ക്വസ്റ്റ്യനിൽ വരയ്ക്കാൻ പറഞ്ഞത്. അതായത് വശങ്ങളൊക്കെ തൊടുവര കണ്ടില്ല നിങ്ങൾ. ഇപ്പോൾ വശങ്ങളൊക്കെ തൊടുകയാണ്, വൃത്തത്തിനെ തൊടുന്ന വരകളാണ് ഈ വശങ്ങളൊക്കെ. കാണുന്നുണ്ടല്ലോ. ഇനി ഇവിടുത്തെ കോൺ നോക്കി, ഇവിടെ എത്ര കോണ്, 130. ഈ 130ൻ്റെ എതിരിലേഖരം ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഈ 130ൻ്റെ എതിരിലേഖരം നമ്മൾ നേരത്തെ പറഞ്ഞ 50. ഏത് 50? ഇവിടെ നോക്കി, 130ൻ്റെ ഇവിടെ നേരെ മേലെ 50 ഇല്ലേ, അത് അതിൻ്റെ നേരെ മുന്നിലേഖരം. ഈ 120ൻ്റെ മുമ്പിലേഖരം നേരത്തെ ഈ 60. അപ്പോൾ മറ്റേ 70 ഇവിടെയായിരിക്കും. ഇത് കുറച്ച് ശ്രദ്ധിക്കണം, വരയ്ക്കാൻ കുറച്ച് ശ്രദ്ധിക്കാണ്ട്. ഇത് 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യം തന്നെയാണ് ഞാൻ ഒന്നും കൂടെ ഇവിടെ ആവർത്തിക്കുന്നത്, ഫാസ്റ്റായി ചെയ്യാണ് കേട്ടോ. ഇതേ ചോദ്യം. ആരെത്ര പറഞ്ഞു നോക്കിയേ, ആരം 2 സെൻറ്റിമീറ്റർ. പിന്നെ വശങ്ങളൊക്കെ എന്ത് ചെയ്യണം, തൊടുവരയാവണം. ടാൻജൻറ്റ് തൊടുവരയാവണം.
എത്ര കോണ് പറഞ്ഞ് 55ഉം 65ഉം. ഇപ്പം നമുക്ക് നോക്കാം ആരെത്ര 2 സെൻറ്റിമീറ്റർ. ത്രികോണത്തിലെ കോൺ എത്ര? ത്രികോണത്തിലെ കോണ് ആംഗിൾ അല്ലേ 55 ഡിഗ്രി 65 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കേന്ദ്രകോൺ എത്രയായിരിക്കും? കേന്ദ്രകോൺ എത്ര വരിക? 55ആണല്ലോ ഇവിടെ എഴുതിയിട്ടുള്ളത്. 55 കേന്ദ്രകോൺ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 180 ആവാൻ എത്ര വേണം നോക്കിയാൽ മതി. 180 ആവാൻ എത്ര വേണ്ടി വരും? 55 എന്നുള്ളത് 180 ആവാൻ ഇനി എത്ര വേണ്ടി വരും? 125. കറക്റ്റ് അല്ലേ? ഓക്കെ, 25 കൂടി ഇതിക്ക് കൂട്ടിയാൽ 80 ആവില്ലേ? 180 ആവും. അതേപോലെ 65ൻ്റെ ഭാഗത്തോ 115 അല്ലേ കേന്ദ്രകോൺ. ഇവിടെ മൂന്നാമത്തെ കോൺ നമുക്ക് ആവശ്യമില്ല, തന്നിട്ടുമില്ല. മൂന്നാമത്തെ കോൺ ആവശ്യമില്ല, തന്നിട്ടുമില്ല. കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് രണ്ടും കൂട്ടി നോക്കിയേ 180 ആവുന്നുണ്ട്. ഇത് രണ്ടും കൂട്ടി നോക്കിയേ 180 ആവുന്നുണ്ട്. അപ്പോൾ കറക്റ്റാണ്, കേന്ദ്രകോൺ കറക്റ്റാണ്. നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യാണ്? കോമ്പസും സ്കെയിലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക? എത്ര ആരം പറഞ്ഞ് 2 അല്ലേ? നേരത്തേക്കാണ്ട് ഒന്നും കൂടി കുറഞ്ഞു. നോക്കിയാൽ കറക്റ്റായിട്ട് 2 സെൻറ്റിമീറ്റർ എടുക്കുക. കറക്റ്റായിട്ട് കണ്ടോ? കറക്റ്റായിട്ട് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക? താഴത്ത് വരയ്ക്കണതാണ് എപ്പോഴും നല്ലത്. സ്ഥലം ഇല്ലാത്തടത്ത് വരയ്ക്കരുത്. ഓക്കെ, ചെറിയ വൃത്താണ്. വൃത്തേ ചെറുതാവുള്ളൂ. ഇനി ത്രികോണം പുറത്ത് വരുന്നതുകൊണ്ട്, ത്രികോണം എന്ന് പറഞ്ഞ സാധനം വശങ്ങൾ തൊടുന്നതല്ലേ വരുന്നത്, അപ്പോൾ പുറത്താണ് വരിക. അതേസമയം ആദ്യം വരച്ച ടൈപ്പിലോ ഉള്ളിലാണ് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, വൃത്തം വരച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? നേരെ മേലേക്ക് ഒരു ആരം ഉണ്ടോ? നേരെ മേലേക്ക് ഒരു ആരം. എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 2 സെൻറ്റിമീറ്റർ. ഇനി പ്രൊട്രാക്ട് എടുത്തിട്ട് ഓരോ കോണും. എത്ര ഫസ്റ്റത്തെ കോണ്? 125. പ്രൊട്രാക്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? സെൻറ്ററിൽ കേട്ടോ, കേന്ദ്രകോണല്ലേ. ഇവിടെ സെൻറ്റർ ഇവിടെയാണ്, ശ്രദ്ധിക്കണേ. സെൻറ്റർ ഇവിടെയാണ്. സെൻറ്ററിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ വെച്ചിട്ട് 125 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര കഴിയും? 90 കഴിയൂലേ? ഇവിടുന്ന് മേലിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 90 ഉണ്ടോ? 90. ഈ 90 കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ 125 അവിടെ ഉണ്ടോ? 125. എവിടെ 125 കണ്ടോ? 125. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ 90 കഴിഞ്ഞിട്ടാണ് 125 ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് പിടിക്കാം. അടുത്ത എത്ര? 115. 115. അപ്പോൾ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് പിടിക്കാം. ഈ സൈഡിലേക്ക് നമ്മൾ ആ പ്രൊട്രാക്ട് തിരിച്ച് പിടിച്ചു. ഈ സൈഡിലേക്ക് പിന്നെ നേരത്തെ അതേപോലെ കൃത്യമായിട്ട് വെക്കുക. കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരിക. 115 അല്ലേ? 115 എന്ന് പറഞ്ഞാൽ 90 കഴിഞ്ഞിട്ട്, 90 ഇവിടെയാണ്. 90 കഴിഞ്ഞതിന് ശേഷമുള്ള 115 പോയി നോക്കി. 90 കഴിഞ്ഞാൽ 100 ആയിരം. 100 കഴിഞ്ഞാൽ 110. 110 15 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അടിയിൽ 110 120 അടിയിലാണ് 115 വരിക. 115 നമ്പർ നമ്മൾ കാണൂല, പക്ഷേ 110 120 അടിയിൽ 2 നമ്പർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നേരത്തെ പോലെ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുക. ഉണ്ടോ? പുറത്തേക്ക് വരയ്ക്കണ്ട, ഇതിലത്ത് മാത്രം വരയ്ക്കുക. മറ്റേ കുത്തിലേക്കും ഉണ്ടോ? ഇവിടുത്തെ കുത്തിലേക്കും കണ്ടോ? ഇവിടുത്തെ കോൺ എത്രയാണ് പറയും? ആദ്യത്തെ കോൺ ആദ്യം എടുത്ത ആ സൈഡിലേക്കല്ലായിരുന്നോ? ആ സൈഡിലത്തെ കോൺ എത്ര? 120. വേണമെങ്കിൽ കോണ് പേനുകൊണ്ട് എഴുതണമെങ്കിൽ എഴുതട്ടോ, പെൻസിൽ കൊണ്ട് തന്നെ എഴുതണമെന്നില്ല. ഇവിടുത്തെ എത്ര? 115. ഓക്കെ, ഇനി നമുക്ക് ആ വശങ്ങൾ വരയ്ക്കണം. വശങ്ങൾ, അതായത് വശങ്ങൾ തൊടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വശങ്ങൾ വരയ്ക്കാൻ പോവാണ്. വശങ്ങൾ വരയ്ക്കുന്നത് ഒന്ന് ഇവിടെയാണ് വരയ്ക്കേണ്ടത്, ഒന്ന് ഇവിടെയാണ് വരയ്ക്കേണ്ടത്, ഒന്ന് ഇവിടെയാണ് വരയ്ക്കേണ്ടത്. 3 വശങ്ങൾ വരയ്ക്കണം. അപ്പോൾ വശങ്ങൾ തൊടുവരായതുകൊണ്ട് തന്നെ അത് 90 ഡിഗ്രി 90 ഡിഗ്രി ആവണം. അപ്പോൾ പ്രൊട്രാക്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്രാക്ട് എടുത്തിട്ട് അറ്റത്ത് വെക്കണം അല്ലേ? ഒക്കെ അറ്റത്ത് വെക്കണം കേട്ടോ. അറ്റത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കി 90 ഡിഗ്രി, കറക്റ്റ് 90 ഡിഗ്രി അവിടെ ഒരു കുത്തിടുക. എന്നിട്ട് വേണമെങ്കിൽ പ്രൊട്രാക്ടറിനെ തിരിച്ചിട്ട് പിടിച്ചാൽ മതി. പ്രൊട്രാക്ടറെ കണ്ട് പിടിച്ചിട്ട് വരച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ സ്കെയിൽ എടുത്തിയാൽ കിട്ടിയാൽ നന്നായി. സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ കൊണ്ട് കൃത്യമായിട്ട് വരയ്ക്കാം. സ്കെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ വൃത്തത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകരുത് കേട്ടോ. ചില ആൾക്കാരെന്തായാലും ഇത് ഈ സ്ഥലം കണ്ടങ്ങൾ
ഇത് വൃത്തത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കവർ ചെയ്ത് പോകും. അങ്ങനെ പോയാൽ തെറ്റാണ്. അങ്ങനെ പോയാൽ തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഈ രണ്ടാമത്തെ ഇവിടെ 90 ഡിഗ്രി കുത്തിട്ട് കണ്ടോ, 90 ഡിഗ്രി കുത്തിട്ടു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാടാ, ഈ കുത്തും ആ വെച്ച സ്ഥലം കൂടി എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ, വരച്ചു. ഇനി മൂന്നാമതും വെക്കണം. ചില ആൾക്കാർ 2 വെച്ചുകൊണ്ട് മൂന്നാമത് വെക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. ഈ സൈഡിൽ മുട്ടിച്ചു കൊടുക്കും. അത് തെറ്റാണ്. നോട്ട്ബുക്കിൽ കൊള്ളുക നോക്കണേ. മൂന്നാമത്തെ ഇപ്പോൾ ഈ താഴത്തൊക്കെ വരക്കുമ്പോഴേ ഇപ്പോൾ 90 പുറത്ത് കാണും. അപ്പം എന്തൊക്കെ പിന്നെ ബുക്കിലേക്ക് നോക്കിയേ 90 പുറത്ത് ചാടി. ഇങ്ങോട്ടൊക്കെ പുറത്ത് പോയി. അങ്ങനെ നിങ്ങൾ നേരെ അപ്പുറത്തേക്ക് പിടിച്ചാൽ മതി. അങ്ങനെ പുറത്തേക്ക് പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് തിരിച്ച് പിടിക്കുക. ഇവിടെ 90 അല്ലേ, ഏത് സൈഡിലേക്ക് പിടിച്ചാലും 90 മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഇതാ 90 ഇവിടെ കാണുന്നുണ്ടോ? 90 എഴുത്തേക്കാണ് പോയത്. എഴുത്തേക്ക് പോയിച്ചിട്ട് കുഴപ്പമില്ല, 90 സ്ഥലം കിട്ടിയാൽ മതി. അങ്ങനെ ഇതാ 90 കിട്ടി. അതിക്ക് വെച്ച് സ്കെയിൽ വെച്ചിട്ട് ഇതാ വരയ്ക്കുന്നത് എന്ന് വരച്ചുകൊണ്ട് നമ്മൾ ആ എഴുത്ത് കൂടെ വരക്കൊന്നും വേണ്ട, കുറച്ച് ഇവിടുന്ന് വരച്ചാൽ മതി. കണ്ടോ ആ വരച്ച് കഴിഞ്ഞു. എന്ത് ഭംഗിയുണ്ട് കാണാൻ. നോക്കിയേ കണ്ടോ, നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ 125 എന്നുള്ളത് 55ൻ്റെ കേന്ദ്രകോണാണ്. 55ൻ്റെ കേന്ദ്രകോണാണ് 125. അപ്പോൾ ഈ 125ൻ്റെ ഇവിടെ 55 കരം. അതേപോലെ 115 എന്നുള്ളത് 65ൻ്റെ കേന്ദ്രകോണാണ്. അപ്പോൾ ഇവിടെ 65 കരം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. ഇത് രണ്ടും ഒന്നാണ് അല്ലേ? എന്താ വ്യത്യാസം? ഞാൻ ചിത്രം കാണിച്ചു തരാം. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് ആദ്യം പറഞ്ഞല്ലേ. ഇതിൻ്റെ അത് പ്രത്യേകത എന്താ? ഈ 3 മൂലകൾ എവിടെയാണ്? വൃത്തത്തിലാണ്. നല്ല സുഖമാണ് അല്ലേ? ഇതൊന്നും കൂടി ഈസിയാണ്. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? കേന്ദ്രകോണം എടുക്കുമ്പോൾ ഇരട്ടിയാണ് എടുക്കേണ്ടത്. ഇരട്ടി എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇരട്ടി എടുത്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനിലാണ് എന്ത്, ഈ 3 മൂലകളും വൃത്തത്തിലാവുക. ഇത് ജസ്റ്റ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇത് 2 ക്വസ്റ്റ്യനും അങ്ങനെയാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വശങ്ങളാണ് എവിടെ വേണ്ടി. നോക്കി, വശങ്ങൾ. ക്വസ്റ്റ്യൻ നോക്കി, വശങ്ങൾ വൃത്തത്തെ തൊടുക അല്ലേ? വശങ്ങൾ ടച്ചസ് ദ സർക്കിൾ അല്ലേ? സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ, അല്ലെങ്കിൽ ടാൻജൻറ്റ് തൊടുവരയാവണം. അത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്ന കോണിൻ്റെ എന്ത് ചെയ്യാൻ 150 ആവാൻ എത്ര വേണം നോക്കണം. 150 ആവാൻ അത് നോക്കിയിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതുപോലെ കോണെടുക്കാൻ. എന്നാൽ ആ കോണെടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെയൊക്കെ 3 പ്രാവശ്യം തൊടുവര വരക്കണം, 90 ഡിഗ്രി കൃത്യമായിട്ട്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും നന്നായിട്ട് സാവധാനം കണ്ട് ആവർത്തിച്ച് കണ്ട് നിങ്ങളെന്ത് ചെയ്യുക, പഠിക്കുക. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.